പത്തനംതിട്ട ചരൽക്കുന്നിൽ യുവാക്കളെ ഹണി ട്രാപ്പിൽ കുടുക്കി കൊടും ക്രൂരത. ആലപ്പുഴ റാന്നി സ്വദേശികൾ നേരിട്ടത് സമാനതകളില്ലാത്ത പീഡനം. യുവാക്കളുടെ ജനനേന്ദ്രിയത്തിൽ സ്റ്റാപ്ലർ അടിച്ചു, കെട്ടിത്തൂക്കി അതിക്രൂര മർദ്ദനത്തിനിരയാക്കി. ചരൽക്കുന്ന് സ്വദേശി ജയേഷ്, ഭാര്യ രശ്മി എന്നിവരാണ് പ്രതികൾ. രണ്ടുപേരെയും പോലീസ് പിടികൂടിയിട്ടുണ്ട്. പ്രതികളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇവിടെ യാതൊരു സഹകരണവും ഇല്ല, ആരെ അടുപ്പിക്കുന്നില്ല, സഹകരണമില്ല. പിന്നെ ആൾക്കാരെന്തോ പറയാന്, മന്ത്രവാദം ഉണ്ടോന്നൊന്നും നമുക്കറിയത്തില്ല. വീട്ടിൽ മന്ത്രവാദമാണോ നടക്കുന്നതെന്ന് അറിയില്ലെന്ന് പ്രതികളുടെ അയൽവാസികൾ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തൊട്ടടുത്ത് താമസിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളുണ്ടോന്നില്ലൊന്നും നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷേ ഇങ്ങനെ രാത്രി കാലങ്ങളിൽ ഇങ്ങനെ പയ്യൻ വരും, പയ്യനൂടെ പലരും ഒക്കെ ഇങ്ങനെ വരും, നമ്മൾ കാണാം. അപ്പോൾ ഞങ്ങൾ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ വരുന്നതാണെന്ന് പറയും, നമുക്കറിയത്തില്ല. ഇപ്പോൾ ഒരു വീട്ടിൽ വരുന്ന ഒരാളോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ, നിങ്ങളെന്തില്ല ജ്യേഷ്ഠൻ്റെ വീട്ടിൽ? പക്ഷേ ഇപ്പോഴാണ് ഇന്നലെ പോലും ഞങ്ങൾ ഇതിൻ്റെ ഗൗരവം മനസ്സിലായില്ല. പക്ഷേ ഇന്നലെ പോലീസൊക്കെ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു അതിൻ്റെ ഗൗരവം നിങ്ങൾ പിന്നീട് മനസ്സിലാക്കിയോളൂ എന്ന് പോലീസുകാർ പറയുമ്പോഴാണ് ഞങ്ങൾ ഇതിൻ്റെ സത്യാവസ്ഥ അറിയുന്നത്. ഇപ്പോഴും ഞങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലായിട്ടില്ല കേട്ടോ. ന്യൂസ് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞതിൻ്റെ യഥാർത്ഥ ഗൗരവം മനസ്സിലായത്. ഇവിടെ അങ്ങനെ ആരുമായിട്ടും വലിയ സഹകരണം, പുറത്ത് ആരുമായിട്ട് ചെറുപ്പക്കാരുമായിട്ട് ഒരു സഹകരണം. കാര്യം ഇവിടെ ഒരുപോലെ ചെറുപ്പക്കാരുള്ള ഏരിയയാണ്, ഇഷ്ടം പോലെ. ഇപ്പോൾ ചേട്ടൻ കണ്ടില്ലേ, ആരുമായിട്ട് അങ്ങനെ പുറത്ത് ആരുമായിട്ട് യാതൊരു സഹകരണമില്ല. ഇവർ ഒഴിഞ്ഞ ഒരു കോണിൽ ഇങ്ങനെ മനുഷ്യന് രാത്രി കാലങ്ങളിലുള്ള ആൾക്കാരുടെ സഞ്ചാരവും വരവും ഒക്കെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അല്ലാതെ ഇവർ പുറലോകമായിട്ട് യാതൊരു അങ്ങനെ ഒരു ബന്ധവുമില്ല. ഈ അയലോക്കാരും മിണ്ടത്തുമില്ല, അല്ലാതെ ആരും ഒരു സഹകരണമില്ല. വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ഉണ്ട്. ശ്രീരാജ്, ഇത് ഹണി ട്രാപ്പ് മാത്രമല്ല, പിന്നിൽ മറ്റെന്തൊക്കെയോ ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണമെല്ലാം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. ഇവർ മറ്റുള്ളവരുമായി ഒരു ബന്ധവും പുലർത്താതെയായിരുന്നു അവിടെ താമസിച്ചിരുന്നത് എന്നാണ് അവർ പറയുന്നത്. അന്തർമുഖരായിരുന്നു, എന്തൊക്കെയായിരുന്നു അവിടെ സംഭവിച്ചതെന്നൊക്കെ തരത്തിലാണ് ഇപ്പോൾ നാട്ടുകാരുടെ സംസാരത്തിൽ നിന്ന് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇതിപ്പോൾ പോലീസ് പറയുന്നത് മാനസിക വൈകൃതമുള്ളവരാണ് ഇരുവരുമെന്നാണ്. എന്തൊക്കെ കണ്ടെത്തലിലേക്കാണ് നിലവിലെത്തിച്ചേരാൻ കഴിഞ്ഞിട്ടുള്ളത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? പോലീസും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. അതായത് കൂടുതൽ വിശദാംശങ്ങൾ ഇക്കാര്യത്തിൽ പുറത്തു വരേണ്ടതുണ്ട്. എങ്കിൽ പോലും മനോനില സൈക്കോ മനോനില ഉള്ള പ്രതികളാണ് ഇരുവരുമെന്ന് പോലീസ് പറയുന്നു. ജയേഷ്, ഭാര്യ രശ്മി, ഇരുവരും അങ്ങനെ പുറത്ത് നാട്ടുകാരുമായി കാര്യമായി അടുപ്പമുള്ള ആളുകളല്ല. വീട്ടിൽ തന്നെ ആയിരുന്നു ഇവർ കൂടുതൽ സമയവും ഉണ്ടായിരുന്നത്. പല ആളുകളും ഇത്തരത്തിൽ വീട്ടിലേക്ക് വരാറുണ്ടെങ്കിലും വരുന്നതും പോകുന്നതും ഒക്കെ കാണാറുണ്ടെങ്കിലും അതിന് പിന്നിൽ എന്തായിരുന്നു എന്ന കാര്യം നാട്ടുകാർക്കും വ്യക്തമല്ല. ബന്ധുക്കളടക്കം പറയുന്നത് അവരുമായി കാര്യമായ സഹകരണം കഴിഞ്ഞ കുറെ നാളുകളായി ഇരുവരും ഇല്ലായിരുന്നു. ജയേഷും ഭാര്യ രശ്മിയും മാത്രമായിരുന്നു ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. ഇവിടെ എത്തിച്ചായിരുന്നു രണ്ട് യുവാക്കളെയും ക്രൂരമായി പീഡിപ്പിച്ചത്. ഈ രശ്മിയുമായി സൗഹൃദവും പ്രണയവും നടിച്ച ശേഷമായിരുന്നു ഇരുവരെയും രശ്മിയും ഭർത്താവ് ജയേഷും വീട്ടിലേക്ക് എത്തിക്കുന്നത്. ജയേഷ് ആയിരുന്നു ഇരുവരെയും അതാത് സ്ഥലങ്ങളിൽ പോയി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത്. ആദ്യഘട്ടത്തിൽ റാന്നി സ്വദേശിയായ യുവാവിന്റെ വിവരങ്ങൾ മാത്രമായിരുന്നു പുറത്തു വന്നത്. പിന്നീട് പോലീസിന്റെ കസ്റ്റഡിയിൽ കൂടുതൽ മൊഴിയെടുപ്പിലൂടെയൊക്കെയാണ് ആലപ്പുഴ സ്വദേശിയുടെ വിവരങ്ങളും പുറത്ത് വന്നത്. ഈ റാന്നി സ്വദേശിയായ യുവാവിന്റെ ജനനേന്ദ്രിയത്തിൽ 23 സ്റ്റാപ്ലർ പിന്നുകളാണ് ജയേഷും ഭാര്യ രശ്മിയും ചേർന്ന് അടിച്ചത്. ഈ ഫോണിൽ ദൃശ്യങ്ങൾ കണ്ടു പോലീസ് ഉദ്യോഗസ്ഥരെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് രശ്മിയുടെ ഫോണിലുള്ളത് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നുണ്ട്. ദൃശ്യങ്ങൾ പകർത്തിയത് 5 വർഷമെങ്കിലും ആയി കാണും, 10-25 വർഷമെങ്കിലും ആയി കാണും. അല്ലാതെ ഇവർ അപ്പനും അമ്മയും ഉള്ളപ്പോഴൊക്കെ ആ തള്ളയൊക്കെ ഞങ്ങളോട് മിണ്ടുമായിരുന്നു. പക്ഷേ ഇവൻ്റെ ഈ വൈഫ് എന്ന് ഈ രശ്മി എന്ന് പറഞ്ഞ ആളോ ഓരോ മനുഷ്യനുമായിട്ട് അല്ല, നമ്മൾ ഒരു അടുത്തുള്ള താമസിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അല്ലേ ഒന്ന് പരിചയപ്പെടുക, അല്ലെ എവിടെ പോകുന്നു, അങ്ങനെ പോലും ഒരു ചോദ്യമില്ല. മക്കൾ കൊച്ചു പിള്ളേർ, ഒന്ന് 5 വയസ്സ്, 7 വയസ്സ്, ഒരാണും ഒരു പെണ്ണും. മൂത്തത് പെണ്ണ്, ഇളയതാണ്. കാരണം ഈ കുഞ്ഞുങ്ങൾ എൻ്റെ കൊച്ചുമക്കളുടെ കൂടെയാണ് പഠിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ. അവർ ഒന്ന് ചോട്ടയിൽ പോന്നു വരുന്നു. കുഞ്ഞുങ്ങളോട് പോലും ഒരു സംസാരമില്ല. സ്കൂളിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തോ നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ പ്രദേശമായിട്ട് ഇവർക്ക് യാതൊരു ബന്ധവുമില്ല. രാധാകൃഷ്ണൻ അവരെ
ചേച്ചി രണ്ടെണ്ണം കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അതെ അതെ രണ്ട് കൊടുക്കാൻ വന്നതാ. ഇപ്പൊ പോക്കറെ കാണിക്കരുത്, അവന് കൊടുക്കാൻ വേണ്ടി വന്നതാ. പിന്നെ ഈ പണി കാണിക്കുന്ന അറിയാം, അല്ലാതെ വണ്ടി നമുക്ക് ഇത് അറിയത്തില്ല. മനെ ഈ ഒഴിഞ്ഞു പോകണല്ലേ, നമ്മളെ ശ്രദ്ധിക്കുന്നില്ല, വരുന്നില്ല. ഇവരുടെ അമ്മ പാവമായിരുന്നു, ഇവരുടെ അമ്മയുടെ ഞങ്ങൾ വലിയ കൂട്ടുമായിരുന്നു, വലിയ സഹകരണമായിരുന്നു. പക്ഷെ ഇവിടെ ആരോടും മിണ്ടത്തില്ല. ഈ മിണ്ടാതെ ആരോട് വലിയ സഹകരണമില്ല, മിണ്ടത്തില്ല. നമ്മുടെ മിറ്റത്തില്ല, അപ്പുറത്തില്ല ഞങ്ങളുടെ വീട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വീട്ടിൽ വെള്ളം വരാൻ വരുന്നത്, നമ്മുടെ വീട്ടിലെ വെള്ളം വരാൻ അവള് വരുന്നത്. ഇങ്ങനെ കാര്യങ്ങളൊന്നും പറയത്തില്ല, എന്തെങ്കിലും വർത്താനം ഒന്നും പറയത്തില്ല. അത് അറിയത്തില്ല. ഇപ്പൊ ഞാൻ വന്നു ഇവരുടെ വീട്ടിൽ വന്നു, അമ്മ വന്ന് മരിച്ചപ്പോ ഞാൻ ഇവരുടെ അമ്മയെ കാണാനൊക്കെ വന്നു. പക്ഷെ അത് പിന്നെ നമ്മൾ വന്നിട്ടില്ല. ഇപ്പൊ ഇത് എന്റെ മോടെ വീട്ടിൽ യാത്ര പോയിരിക്കും, അവിടെ കഥ അടച്ചിട്ട് വീടുണ്ടല്ലോ, ഇവിടെ വണ്ടി കിടക്കുന്നത് ആ വീട്ടിലെയാ. ഞാനിപ്പോ വന്നപ്പോ ഇവിടെ മോശം ആളാ, അപ്പൊ ഓടി ഇങ്ങോട്ട് വന്നു. ഇപ്പൊ ഇവിടെ ഈ സംഭവത്തിന് മുമ്പ് പുറത്തുനിന്ന് ആളുകൾ ഇവിടേക്ക് വരാറുണ്ടോ? അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഓണത്തിന്റെ ഇടയ്ക്ക് 3-4 ആണുങ്ങൾ പരിചയമില്ലാത്തവർ കണ്ടു. നമ്മൾ റോഡിൽ കൂടെ വന്നപ്പോൾ ഞാൻ ഇവൻ ജോലിക്ക് പോയതല്ലേ, വന്നവരുടെ കൂട്ടുകാർ വല്ലതും ആയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ വന്നപ്പോഴാണ് പിടി കിട്ടിയത്. വേറെ കുഴപ്പമാണല്ലോ. തിരുവോണത്തിന്റെ തിരുവോണത്തിന്റെ അന്ന് കണ്ടില്ല, തലേദിവസം അവര് റോഡിലൊക്കെ വലിയ വെള്ളവടിയൊക്കെ ഉണ്ട്, ടീമുകളൊക്കെ ആയിരുന്നു. മദ്യച്ച് നമ്മൾ അങ്ങനെ അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. പക്ഷെ കണ്ടിട്ടില്ല, ചെറുക്കൻ കുടിച്ചൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഇവള് ഒരു പ്രശ്നവും പറഞ്ഞിട്ടില്ല. ഇവള് പഞ്ചപാവായിരുന്നു. പക്ഷെ ഇവിടെ ഞങ്ങൾ ഇപ്പോഴറിയുന്നത്, പുറത്തിറങ്ങി ഇവളെല്ലാവരും കണ്ടാൽ പൂജാരൻ മിണ്ടാതെ പോകും. മമ്മി വെള്ളവും കൊണ്ട് ഓടി വരുന്നത്. അത് അവരുടെ വീട് ആരും ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ല. നീ ഇങ്ങോട്ട് പിടിച്ചോർക്കൊണ്ട് വന്ന മോനെ. എന്റെ പേരിൽ ഏതാ, അയൽവാസിയാ. അയൽവാസികൾക്കും ഇതാണ് പറയാനുള്ളത്. കാരണം ഇവരുടെ അയൽവാസിയായ ലത എന്ന സ്ത്രീയാണ് ഇപ്പോൾ പ്രതികരിച്ചത്. ശ്രീരാജ് ഉണ്ട്. ശ്രീരാജ്, അവർ പറയുന്നതും ഇവർ ആരുമായി ബന്ധമില്ലാത്തവരായിരുന്നു. അതിനു മുൻപ് കേട്ട ഒരു ബൈറ്റിൽ ഇവർക്ക് 2 മക്കളുണ്ട് എന്ന തരത്തിൽ പറയുന്നത് കേട്ടു. അവരുടെ കാര്യം എങ്ങനെയാണ്? ഇതിപ്പോൾ എന്താണ് ഇപ്പോൾ ഈ സ്ത്രീ പറയുന്നത്? വിശദാംശങ്ങൾ. തീർച്ചയായും മഹിള അങ്ങനെ തന്നെയാണ്. ഈ പുറത്ത് കാര്യമായ ആരുമായും തന്നെ വലിയ ബന്ധമില്ലായിരുന്നു ഈ കുടുംബത്തിന്. രശ്മിക്കും ഭർത്താവ് ജയേഷിനും എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം പറയുന്നത്. ബന്ധുക്കളുമായും ഏറെ നാളായി കാര്യമായി മറ്റ് സഹകരണമൊന്നും തന്നെ ഇല്ലായിരുന്നു. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് വീട്ടിനുള്ളിൽ നടക്കുന്നത് എന്ന വിവരം ഈ നാട്ടുകാരെയും ബന്ധുക്കളെയും എല്ലാവരെയും തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഈ രശ്മി ഇവരുമായി കാര്യമായി സഹകരണമില്ലെങ്കിൽ പോലും അറിയാവുന്ന ആളായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രവർത്തികളാണ് ഈ വീട്ടിൽ നടക്കുന്നത് എന്ന് അവർക്കും വിശ്വസിക്കാനാകാത്ത സാഹചര്യമാണ്. എന്തായാലും അറിയാത്ത മുഖപരിചയമില്ലാത്ത ആളുകൾ അങ്ങനെ സ്ഥിരമായി ഒന്നും വരാറില്ലെങ്കിൽ പോലും ഇടയ്ക്കൊക്കെ അവിടെ വരാറുണ്ട് എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇത്തരത്തിൽ സമാനതകളില്ലാത്ത പീഡനമാണ് ഈ 2 യുവാക്കളും നേരിട്ടത്. പോലീസ് നിലവിൽ പരിശോധിക്കുന്നത് കൂടുതൽ യുവാക്കൾക്ക് ഇങ്ങനെയുള്ള പീഡനം ഇവരിൽ നിന്ന് ഏൽക്കേണ്ടി വന്നോ, ഇവരുടെ ഇരകളാകേണ്ടി വന്നിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. അതിന് ഇവരുടെ മൊബൈൽ ഫോണുകളടക്കം വിശദമായി പരിശോധിച്ച ശേഷം കോൾ ലിസ്റ്റ് അടക്കം പരിശോധിച്ച ശേഷം മാത്രമാകും അക്കാര്യത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്താൻ പോലീസിന് സാധിക്കുക. എന്തായാലും ഇത്തരത്തിലുള്ള പീഡനം ഈ 2 യുവാക്കൾക്കും നേരിട്ട പശ്ചാത്തലത്തിൽ, ഇരകളാകേണ്ടി വന്ന പശ്ചാത്തലത്തിൽ പോലീസ് കരുതുന്നത് കൂടുതൽ ആളുകൾക്കും സമാനമായ രീതിയിൽ ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടുണ്ടാകാമെന്നാണ് പറയുന്നത്. കാരണം ഈ പ്രതികളായിട്ടുള്ള 2 പേരും